എനിക്ക് എത്ര സന്തോഷായെന്നറിയോ. എന്റെ കാല് താഴെ നിൽക്കുന്നില്ല. ഞാൻ പറക്കുന്ന പോലെയുണ്ട് എനിക്ക്. അതെ മോളെ, എനിക്ക് കേട്ടപ്പോ ഒത്തിരി സന്തോഷായി. നീ വരാത്ത എന്താന്ന് ചോദിച്ചു. ഞാൻ കടയിൽ ഒത്തിരി ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ശരി എന്നാ അമ്മ മോളെ കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ രാത്രി പറ്റുന്നത്ര നേരത്തെ വന്നോളാം. ഓക്കെ? അല്ല മോളെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കവിന്റെ അച്ഛമ്മ നിലമോൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ അമ്മ, എന്തു പറ്റി? അല്ല, അവള് ക്ലാസ്സിൽ ഫസ്റ്റ് ആയ അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നതല്ലേ. അതിനുവേണ്ടി നിലമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകട്ടെ എന്ന് കവിന്റെ അച്ഛൻ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞേക്കട്ടെ? അത് ഇല്ലമ്മ, വേണ്ട. നിലമോളെ അങ്ങനൊന്നും അയക്കണ്ട. എന്താ മോളെ അയക്കണ്ടെന്ന് പറഞ്ഞ്? അവരൊരുപാട് ആഗ്രഹിച്ച് വിളിക്കുന്നതല്ലേ. അയക്കില്ലെന്ന് പറഞ്ഞ വിഷമാവില്ലേ അവർക്ക്? മാഡം, ഞാൻ വേണമെങ്കിൽ പെർമിഷൻ ചോദിക്കാം. ഇങ്ങോട്ട് താ, ഞാൻ സംസാരിച്ചോളാം. ഹലോ വിജി, എന്താ ഇത്? ജോലി സമയത്ത് ഫോണിൽ സംസാരിച്ചു വെക്കാം. ഇല്ല അമ്മ. മാഡം, ഞാൻ നിങ്ങളുടെ മോളെ വീട് വരെ ഒന്ന് കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് തന്നെ തിരിച്ചെത്തിച്ചേക്കാം. അതിന് നിങ്ങളുടെ ഒരു പെർമിഷൻ തരുമോ? ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്യാം. ഒരുപാട് സമയം എടുക്കരുത്, പെട്ടെന്നാവട്ടെ. ഓക്കെ ഓക്കെ. ഓക്കെ എന്ന് പറഞ്ഞു. ശരി മോളെ, അപ്പോ ഞാൻ അവരുടെ കൂടെ അയക്കുവാണേ. നീ ഓക്കെ പറഞ്ഞല്ലോ. അമ്മേ, ഞാൻ എപ്പോഴും ഓക്കെ പറഞ്ഞ്? ഞാൻ എവിടെയാ സംസാരിച്ചോണ്ടിരുന്നത്? അത് പിന്നെ അവര് ഭദ്രായിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടാക്കിക്കോളാന്നാ പറയുന്നേ. അമ്മ, നിലമോൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ഇതാ കൊടുക്കാം, സംസാരിക്കാം. അമ്മേ, ഞാനാ അമ്മേ ക്ലാസ്സിലെ ഫസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ് ചക്കരെ. മോൾ ഉറപ്പായിട്ടും ഫസ്റ്റ് മാർക്ക് വാങ്ങുമെന്ന് അമ്മയ്ക്ക് ആദ്യമേ അറിയായിരുന്നു. രാത്രി അമ്മ വീട്ടിലേക്ക് വന്ന ഉടനെ മോൾക്ക് ദൃഷ്ടി ഒഴിഞ്ഞിടാം. ഓക്കെ? എല്ലാവരുടെയും കണ്ണു കൊണ്ടിട്ടുണ്ടാവും എന്റെ മോൾക്ക്. അമ്മ ഒഴിഞ്ഞൊന്നും ഇടണ്ട അമ്മേ. ക്ലാസ് ഫസ്റ്റ് ആയാലേ എനിക്ക് സൈക്കിൾ വാങ്ങി തരാന്നല്ലേ പറഞ്ഞത്. ആ കാര്യം മറക്കല്ലേ. ഉറപ്പായിട്ടും ഇന്ന് രാത്രി മോൾക്ക് സൈക്കിൾ കിട്ടും. ഓക്കെ? താങ്ക് യു അമ്മേ. മുത്തശ്ശിക്ക് ഫോൺ കൊടുത്തേ. ഇതാ മുത്തശ്ശി. പറ മോളെ. നിലമോളെ സൂക്ഷിച്ചയക്കണം അമ്മ. മോള് തിരിച്ചെത്താൻ വൈകുന്നുണ്ടെന്ന് തോന്നിയോ അമ്മ തന്നെ അവരുടെ വീട്ടിലേക്ക് പോയി മോളെ കൂട്ടിക്കൊണ്ടു വരണേ. ശരി മോളെ. വിജി, എന്താ എന്തേലും നല്ല വാർത്തയാണോ? മൊത്തം സന്തോഷം കാണുന്നുണ്ടല്ലോ. അതെ അമ്മനെ, എന്റെ മോളെ എക്സാമില് ക്ലാസ്സിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങിയിരിക്കാം. നിന്റെ മോളല്ലേ, നിന്റെ കഴിവൊക്കെ അവൾക്ക് കിട്ടാതിരിക്കുവോ? തീർച്ചയായിട്ടും. മോൻ നിലമോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോക്കോ. അവളെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾ വീടിന്റെ അഡ്രസ് തന്നേക്ക്. ഞാൻ കുറച്ചു കഴിഞ്ഞ് മോളെ വിളിക്കാൻ വരാം. എന്തിനാ അത്? ഞാൻ തന്നെ അവിടെ കൊണ്ടെത്തിച്ചോളാം. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ഇതിലെന്ത് ബുദ്ധിമുട്ടാ ഉള്ളത്? ഞാൻ വന്ന് മോളെ വിളിച്ചോണ്ട് പൊക്കോളാം. ശരി. ശരി, എന്നാ മോളൂടി പോവാല്ലേ? നില, എനിക്ക് വേണ്ടി വീട്ടിലൊരു വലിയ ഗിഫ്റ്റ് കാത്തിരിപ്പുണ്ട്. ഇവന്റെ അച്ഛമ്മ മോളെ നന്നായിട്ട് സ്വീകരിക്കാൻ പോവാ. വാ, കാറിന്റെ മുൻ സീറ്റിൽ തന്നെ കയറാം. മുമ്പിലുള്ളത് എന്റെ സീറ്റാ, അതിൽ ഞാൻ എപ്പോഴും ഇരിക്കുക. ശരി ശരി, നീ ഇതിന്റെ മുമ്പിലിരുന്നു. നീല, വാ പോവാം. വാ. പോയിട്ട്